പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകൃതിക്കും നമ്മുടെ ആരോഗ്യത്തിനും ദോഷകരമായ രാസ കീടനാശിനികളെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്ക് പ്രകൃതിക്കും ആരോഗ്യത്തിനും യാതൊരു ദോഷവുമില്ലാത്ത കീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് പഠിക്കാം. എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത്? ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവയെ ഇരയാക്കുന്ന അല്ലെങ്കിൽ അവയെ ഭക്ഷണമാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ്. കീടങ്ങൾക്ക് പ്രകൃതിദത്ത ശത്രുക്കൾ ഉണ്ട്. കീടങ്ങൾ നമ്മുടെ കാർഷിക വിളകളെ നശിപ്പിക്കുന്നു. ഈ കീടങ്ങൾക്ക് ശത്രുക്കളുണ്ട്. 3 രീതിയിലുള്ള ശത്രുക്കളാണ് കീടങ്ങൾക്ക് ഉള്ളത്. 1, കീടങ്ങളെ ഭക്ഷണമാക്കുന്നവ. 2, കീടങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്ന ജീവികൾ. 3, കീടങ്ങളിൽ പരാദങ്ങളായി ജീവിക്കുന്നവർ. ഈ 3 വിഭാഗത്തിലുള്ളവയെയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്നാണ് വിളിക്കുന്നത്. കാർഷിക മേഖലയിലുള്ള കീട നിയന്ത്രണത്തിന് ഈ 3 വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ സേവനവും നമുക്ക് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനായി സാധിക്കും. ഇപ്പൊ കീടങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയാൻ കീടങ്ങളെ ഭക്ഷണമാക്കുന്ന ജീവികളെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാദങ്ങളായി ജീവിക്കുന്നവയെയും നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ 3 തരത്തിലുള്ള ജീവികളുടെയും സേവനം പ്രയോജനപ്പെടുത്തി നമുക്ക് കീടങ്ങളുടെ പെരുകൽ കുറയ്ക്കാനായി സാധിക്കും. ഈ രീതി മൂലം പ്രകൃതിക്കോ നമ്മുടെ ആരോഗ്യത്തിനോ യാതൊരു ദോഷഫലവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. Why certain pests are increasing? The main reason for the increase in the number of pests are the fall in the number of organisms that prey on them. The pests are eaten by some organisms. They are called as predators. Predators are the organisms which eat the pests. The parasites are the organisms which are living on the pest. Pathogens are causing diseases in the pest. So these 3 are called as natural enemies of pests. Pests have natural enemies. They are predators, parasites and pathogens. Predators are the organisms which eat the pests. Parasites are the organisms which are living on the pests. And pathogens are causing diseases in the pest. So by utilizing the natural enemies of the pests, we can control the pests. The service of these 3 types of organisms
may be effectively utilized in agriculture to control the increase of certain pests. The number of pests are increasing nowadays. The main reason for this is reduce in the number of predators and parasites and pathogens of pests. So by utilizing the service of predators, parasites and pathogens of pests, we can control the number of pests in agriculture. By this way, we can control the pests and there will be no bad effect or harmful effect on nature or on the health of human beings. പണ്ട് നമ്മുടെ നെൽപ്പാടങ്ങളിലും പറമ്പുകളിലും തവളകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ തവളകൾ പല കീടങ്ങളെയും തിന്ന് നശിപ്പിക്കാറുണ്ടായിരുന്നു. പലവിധ ആവശ്യങ്ങൾക്കായി തവളകളെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ പ്രധാനമായും ലാബുകളിലും ഭക്ഷണ മേശകളിലും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തവളകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. ഇത് കീടങ്ങളുടെ എണ്ണം പെരുകുന്നതിന് കാരണമായി. കീടങ്ങളുടെ എണ്ണം ഏതെല്ലാം സാഹചര്യങ്ങളിൽ പെരുകാം? കീടങ്ങളെ ഭക്ഷണമാക്കുന്ന ജീവികൾ കുറഞ്ഞാൽ കീടങ്ങൾ പെരുകാം. കീടങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന ജീവികൾ കുറഞ്ഞാലും കീടങ്ങൾ പെരുകാം. കീടങ്ങളിൽ പരാദങ്ങളായി ജീവിച്ച് അവയെ നശിപ്പിക്കുന്ന ജീവികളുണ്ട്. അവയുടെ എണ്ണം കുറഞ്ഞാലും കീടങ്ങളുടെ എണ്ണം വർദ്ധിക്കാം. കീടങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നു. കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ കർഷകരുടെ മിത്രങ്ങളാണ്. അപ്പൊ ഈ മൂന്ന് വിഭാഗത്തിലുമുള്ള ജീവികളുടെ എണ്ണം കുറയുമ്പോൾ കീടങ്ങളുടെ എണ്ണം പെരുകുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ കൃഷി നശിക്കുന്നു. There were so many frogs in fields and agricultural lands in olden days. But after that, the frogs were used for different purposes. For experiments in labs and also for food purpose, the number of frogs reduced. When the number of frogs reduced, the pests increased. What are the circumstances in which the pest can be increased? The first chance, those who are eating pest are reduced. When the organisms which eat the pest reduced, it will increase the number of pests. Or otherwise, those who are causing diseases on the pest, they are reduced. Then also the pest will increase, and those who are living as parasites on the body of pest, when they are reduced, then also the pest will increase. These are the three circumstances, three chances by which the number of pests will be increased. കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ നശിക്കുന്നത് മൂലം കീടങ്ങളുടെ എണ്ണം പെരുകുന്നു. കീടങ്ങളുടെ എണ്ണം പെരുകുന്നതിന് പലവിധ കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, അവയെ ഭക്ഷണമാക്കുന്നവയുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് കീടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. കീടങ്ങൾക്കും രോഗമുണ്ടാക്കുന്ന ജീവികളുണ്ട്. കീടങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന ജീവികളോ കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളോ അവയുടെ എണ്ണം കുറയുന്നതും
കീടങ്ങൾ പെരുകുന്നതിന് കാരണമാകുന്നു. കീടങ്ങളിൽ പരാദങ്ങളായി ജീവിക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവും കീടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ആവാസ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവോ അല്ലെങ്കിൽ കുറവോ അതിനെ ആശ്രയിക്കുന്ന മറ്റു ജീവികളുടെ എണ്ണത്തിൽ കുറവോ വർധനവോ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇത് ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്നു. Any increase or decrease in the number of organisms will harmfully affect the increase or decrease in the number of another organism. So, this will adversely affect the balance or equilibrium of the ecosystem. എങ്ങനെയാണ് കീടനിയന്ത്രണത്തിന് പ്രകൃതിദത്ത ശത്രുക്കളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക? കീടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് നമുക്ക് അവയുടെ പ്രകൃതിദത്ത ശത്രുക്കളെ ഉപയോഗിക്കാം. കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കളായ കീടങ്ങളെ ഭക്ഷണമാക്കുന്ന ജീവികളെയോ കീടങ്ങളിൽ രോഗം പരത്തുന്ന ജീവികളെയോ കീടങ്ങളിൽ പരാദങ്ങളായി ജീവിക്കുന്ന മറ്റു ജീവികളെയോ ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളുടെ എണ്ണത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കാർഷിക മേഖലയിൽ കീടനിയന്ത്രണത്തിന് ഈ മാർഗം ഫലപ്രദമായി നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. How can we reduce the number of pests? We can reduce the number of pests by utilizing the service of predators, parasites, and pathogens. The service of these organisms are effectively utilized in agriculture to reduce the number of pests. The predators, parasites, and pathogens of pests are natural enemies of the pests, but they are friends of farmers because they help to reduce the number of pests. In short, when the number of predators, parasites, and pathogens decrease in number, the pest will increase. When the pests increase, that will adversely or badly, harmfully affect our agriculture. രാസകീടനാശിനികളുടെ അമിത ഉപയോഗം മൂലം പ്രകൃതിദത്ത ശത്രുക്കളുടെ എണ്ണം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The increased use of chemical pesticides has reduced the number of natural enemies of the pests. അതിനാൽ കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കളുടെ നിലനിൽപ്പിന് രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുകയും മറ്റു ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. So we have to reduce the use of chemical pesticides and use biopesticides or other methods for the control of pests.